എല്ലാവർക്കും നമസ്കാരം. ഒരനുഭവം നിങ്ങളോട് പറയട്ടെ. നല്ല രസമുള്ളൊരു അനുഭവമാണേ. അപ്പോൾ അതിനു മുമ്പേ പറയട്ടെ, വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് വരുന്ന 3 ദിവസം കൂടെ കൃഷ്ണവിഗ്രഹം നറുക്കിട്ടെടുക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പം ഒരനുഭവം ഒരച്ഛൻ അയച്ചു തന്നാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ കൃഷ്ണനെയാണ് ഈശ്വരനായും ഇപ്പോൾ എൻ്റെ എല്ലാമായും കാണുന്നത്. എനിക്കിപ്പോൾ 70 വയസ്സ് കഴിഞ്ഞു. ആധ്യാത്മിക അനുഭവങ്ങൾ അനേകമുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തന്നു. കൂടാതെ ഇപ്പോൾ ഗുരുവായൂരിൽ തന്നെ എൻ്റെ മകൾക്കും കുടുംബത്തിനും ഒരു വീടുണ്ടായി. കൃഷ്ണന്റെ ലീലകൾ വിചിത്രം തന്നെ. യുദ്ധക്കളത്തിൽ വേദോപദേശം എന്നത് അതിലൊന്ന് മാത്രമാണ്. ഭഗവാന്റെ സാക്ഷാത്കാരം പോലെ ഒരു ചെറിയ അനുഭവം പറയാം. 2014 റിട്ടയറായി നാട്ടിൽ വന്നതിനു ശേഷം എല്ലാ മാസവും ഭഗവാനെ കാണാൻ ഞാനും ഭാര്യയും ഗുരുവായൂരിൽ വരുന്നുണ്ട്. 2 കൊല്ലമായിട്ട് മുട്ടിന് വല്ലാത്ത വേദനയാണ്. ചികിത്സകളുണ്ട്, എന്നാലും കുറച്ച് നടന്നായിരിക്കണം. അങ്ങനെ ഞങ്ങൾ വാർദ്ധക്യ ലൈനിൽ നിന്ന് ഭഗവാനെ കണ്ട് തൊഴുത് പാൽപ്പായസം ഷീട്ടാക്കി. പായസത്തിന്റെ ലൈനിൽ നിന്നും ഭാര്യ ടോയ്ലറ്റിൽ പോയത് കാരണം ഞാൻ തനിച്ചായിരുന്നു. അപ്പോഴേക്കും കാലുവേദന കൂടി വന്നു. ഞാൻ നിൽക്കുന്ന അരികിൽ തന്നെ ബെഞ്ചുണ്ട്. അതിലെല്ലാം ഭക്തന്മാർ നിറഞ്ഞിരിക്കുന്നു. താഴെ ഇരിക്കാൻ ഒരു രക്ഷയുമില്ല, അത്രയ്ക്ക് തിരക്കാണ്. എൻ്റെ അടുത്ത് ബെഞ്ചിൽ ഒരു സ്ത്രീയും 2 കുട്ടികളും ഇരിക്കുന്നു. അപ്പോഴേക്കും എൻ്റെ വേദന സഹികെട്ടു, കണ്ണു നനഞ്ഞു. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, കൃഷ്ണ ഗുരുവായൂരപ്പ, ഈ സ്ത്രീ ഇവിടെ നിന്ന് മാറിയെങ്കിൽ എനിക്ക് ഇരിക്കാമായിരുന്നു. അപ്പോൾ തന്നെ അവരുടെ കൂടെയുള്ള ആള് അവരുടെ മേളിൽ ടെറസിന്റെ മുകളിൽ പ്രാവ് ഇരുന്ന് കാഷ്ടിക്കുമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് മാറി. ഞാനവിടെ ഇരുന്നു. പിന്നെ പ്രാവും ഇല്ല, കാഷ്ടിച്ചതുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിലെ കാര്യം എന്നറിയോ? ഈ മുട്ടിന് തേയ്മാനവും വേദനയൊക്കെ ഉള്ളവരുടെ വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും. അവർക്ക് ചിലപ്പോൾ നിൽക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ അച്ഛൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു സന്ദർഭം നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ ആ പ്രാവിൻ്റെ കഥയും പ്രാവ് മുകളിൽ നിൽക്കുന്നതും ഈ സ്ത്രീക്കും കുട്ടികൾക്കും അവിടുന്ന് മാറാൻ തോന്നിയതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ആരെയും പരീക്ഷിക്കില്ല, അത്ര കഷ്ടപ്പെടുത്തൊന്നുമില്ല. നമ്മൾ പക്ഷേ ഭഗവാനായിട്ട് അടുത്തിരിക്കണം കേട്ടോ. എപ്പോഴും അടുത്തിരുന്നിട്ട് ഭഗവാന്റെ മനസ്സായിട്ട് വളരെ താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക. അത്രയും നല്ല മനസ്സ് നമ്മളുടേതുമായി കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ കാണും, ഒരു സംശയമില്ല. അപ്പോൾ ഇതെല്ലാവരിലേക്ക് എത്തിക്കട്ടോ. അപ്പോൾ ശ്രീശയന്തിയുടെ തിരക്കുകൾ വരികയാണ്. വേറെ ഒന്നും പറയാനില്ല. ഡീറ്റെയിൽസൊക്കെ ഞാൻ പേജിൽ ഇട്ടിട്ടുണ്ട്.